ഹലോ ഗായ്സ്, നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ചില്ലിയാണേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുക്കുന്നത് നമ്മുടെ ബീഫ് ഞാനിവിടെ നീളത്തിൽ കട്ട് ചെയ്യുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്യാവേ. അതിനകത്തോട്ട് നമ്മൾ കുറച്ച് അതെടുത്ത് കുക്കറി വെച്ചിട്ട് കുരുമുളക് ഉപ്പ് എണ്ണയും കൂടെ വെച്ച് നല്ലോണം ഇളക്കിയിട്ട് വേവിച്ചെടുക്കണം. അത് നല്ലതായിട്ട് വേവിച്ചെടുത്തിട്ട് നമ്മുടെ ബീഫ് സ്റ്റോക്ക് കളയില്ല, അതവിടെ വെക്കണേ. ആ ബീഫിനകത്തോട്ട് നമ്മൾ എന്നിട്ട് കശ്മീരി ചില്ലി, കൊറിയാണ്ടർ പൗഡർ, മീറ്റ് മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം കൂടി ഇട്ട് നല്ലോണം ഇളക്കിയിട്ട് നല്ല ചൂട് എണ്ണയിൽ നമ്മൾ വറുത്തെടുക്കണം. അപ്പോൾ ഈ ബീഫ് ഒത്തിരി മൂത്ത് പോകാൻ നോക്കണേ. ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് അങ്ങ് എടുക്കണം, അല്ലെങ്കിൽ അങ്ങ് കട്ടിയായിപ്പോവും. എന്നിട്ട് നമ്മൾ അത് നല്ലോണം ഒന്നായി വരുമ്പോഴത്തേക്ക് നമ്മൾ കോരി ഒരു ടിഷ്യൂവിനകത്തോട്ട് മാറ്റുകയാണെങ്കിൽ നമുക്ക് എണ്ണയൊന്നും അധികം ഇതായിട്ട് കിട്ടത്തില്ല. അപ്പോൾ ആ എണ്ണയിലോട്ട് നമ്മൾ എന്നിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നല്ലോണം വഴറ്റി ഒന്ന് ചെറുതായിട്ടായി വരുമ്പോഴത്തേക്കും കുനുകുനെ അരിഞ്ഞ് സവാള നമ്മളിട്ട് നല്ലോണം വഴറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ ചില്ലി സോസും സോയാ സോസും ഇട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് ക്യാപ്സിക്കോ സവാളയും കൂടെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് നല്ലോണം ഇട്ടിട്ട് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ബീഫും കൂടെ ചേർത്ത് നല്ലോണം ഇളക്കണം. നല്ലോണം ഇളക്കി കുറച്ച് കഴിയുമ്പോഴത്തേക്കും മസാലയൊക്കെ ഒന്ന് പിടിച്ചെന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബീഫ് സ്റ്റോക്ക് ഇട്ട് നല്ലോണം ഇളക്കണം. എന്നിട്ട് നമുക്ക് ഡ്രൈ ആയിട്ട് വേണ്ടവർക്ക് ഡ്രൈ ആയിട്ട് എടുക്കണം, ഗ്രേവി വേണ്ടവർക്ക് അങ്ങനെ എടുത്ത് ഞാനിപ്പോൾ ഇതിനോട് പൊറോട്ടയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ പൊറോട്ടയും ബീഫും കൂടെ കഴിക്കുമ്പോൾ കിടിലമാണ്. ഓക്കെ ബൈ.